ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് സ്നാക്കായിട്ടൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ്. കഴിച്ചിട്ടില്ലാത്തവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെന്നായാലും നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റായിട്ടോ ലൈക്കായിട്ടോ ഡിസ്ലൈക്കായിട്ടോ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേഗം ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനതിന് വേണ്ടി ഒരു മീഡിയം സൈസ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർക്കും. അതിനും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ചതച്ചെടുക്കുന്ന സമയത്ത് മുഴുവനായിട്ടും ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ചതച്ചെടുക്കണം. ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇതൊന്നും ചതയില്ല, ചെമ്മീൻ മാത്രം ചതയുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു മീഡിയം സൈസ് ചെമ്മീൻ ഒരു 20 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അളവാണ് ഈ പറഞ്ഞത്. ഇനി ചുവന്നുള്ളിയൊക്കെ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുള്ളൂ. എന്നാലും ഒരുപാട് കൂടരുത്, നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തേക്കാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കളറ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ച് എടുത്താൽ മതി, ഒരുപാട് അങ്ങോട്ട് അരക്കണ്ട. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പേസ്റ്റ് പോലെ തോന്നുന്നതാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ഉണ്ടാവും ചെമ്മീനിൻ്റെ. അങ്ങനെയാണ് നമ്മളിത് ചതച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് ഇതൊന്ന് കയ്യിലൊന്നിങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഇപ്പോൾ പരത്തിയെടുത്തേക്കണത്. ഇതിലും കൂടുതൽ കട്ടി കൂട്ടി പരത്തണ്ട, അതിൻ്റെ ഉള്ളിൽ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് കൈ അതിലേക്കൊന്ന് കമഴ്ത്തി കാണിച്ചു കൊടുത്താൽ പ്ലേറ്റിലേക്ക് അത് പൊക്കോളും. ഇനി രണ്ടാമത് പരത്തുമ്പോൾ വീണ്ടും കയ്യിൽ വെള്ളം തടവാൻ മറക്കരുത്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് പൊരിച്ചു കോരുകയാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് വെക്കുക, കൂട്ടി വെക്കരുത്. പുറം ഭാഗം കരിഞ്ഞു പോയിട്ട് ഉള്ളിൽ വേവാത്ത പോലെ ഇരിക്കും, അതുകൊണ്ടാണ്. ഇനി അത് തന്നെയല്ല, നിങ്ങൾക്ക് ഇതിനിപ്പോൾ ഉള്ളിൽ ചെറിയൊരു നനവ് ഉണ്ടാവും നമ്മൾ ഇത്ര കട്ടിയിൽ പരത്തി കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ അതെല്ലാം നല്ല ഡ്രൈ ആയിട്ടുള്ള ടൈപ്പാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കനം കുറച്ച് പരത്തിയാൽ മതി. ഇതിനേക്കാൾ കൂടുതൽ കൂട്ടി ഒരിക്കലും പരത്തരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയുകയും വേണം. അതുപോലെ തന്നെ അതിൻ്റെ ഉൾവശം വേവണ രീതിയിൽ കുറച്ച് സമയം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ പൊരിച്ചെടുത്താൽ മതി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ വട എന്നാണ് ഞങ്ങളൊക്കെ ഇതിനെ പറയണത്. അപ്പോൾ ഒരു വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ വട എന്നാണ് പേരെങ്കിലും എനിക്കിത് വെറുതെ കഴിക്കണേക്കാൾ ഇഷ്ടം നമ്മുടെ ചോറിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാനാണ്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അതുമാത്രമല്ല, നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.